കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം വില്ലൻ പരിവേഷമുള്ള മലയാളികൾ വെറുക്കുന്ന ഒരു പേരാണ് എൽ നിനോ. ഈ ഒരു പ്രതിഭാസം കേരളത്തിന്റെ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നതാണ് കാരണം. ചൂടുകാലത്തും മഴക്കാലത്തും അക്ഷരാർത്ഥത്തിൽ എൽ നിനോ ശല്യമായി മാറുകയാണ്. എന്താണ് ഈ പ്രതിഭാസമെന്ന് നമുക്ക് നോക്കാം. പസഫിക് സമുദ്രത്തിലെ വെള്ളം അസാധാരണമായി ചൂടുപിടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എൽ നിനോ. കാറ്റിന്റെ ഗതിമാറ്റത്തിലൂടെ കടലിലെ ചൂടുവെള്ളം തെക്കേ അമേരിക്കൻ തീരങ്ങളിലേക്ക് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കേരളത്തിന് തലവേദനയായി മാറിയ എൽ നിനോ നമ്മളെ മാത്രമല്ല ബുദ്ധിമുട്ടിക്കുന്നത്, ആഗോള കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുകയാണ് ഈ ദുരന്ത പ്രതിഭാസം. നമ്മുടെ രാജ്യത്ത് വേനലിന്റെ കാഠിന്യം ഏറ്റുന്നതും മഴ കുറയ്ക്കുന്നതിനും ഇപ്പോഴത്തെ പ്രധാന കാരണം എൽ നിനോ തന്നെ. ചൂട് കൂടുന്നത് ഉണ്ടാക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം നമ്മുടെ കൃഷിയെയും വരുമാനത്തെയും ഒക്കെ കാലാവസ്ഥാ മാറ്റം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കൃഷിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജീവനാഡി. ജനസംഖ്യയുടെ പകുതിയിലേറെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. ഈ മഴക്കാലത്ത് പോലും വെള്ളമില്ലാതെ ജനം അലയുന്നതും വൈദ്യുതി മുടക്കവും ഒക്കെ എൽ നിനോയുടെ പരിണിത ഫലങ്ങളാണ്. ശക്തമായ മഴ ലഭിക്കേണ്ട ജൂൺ മാസത്തിന്റെ ആദ്യ പാദം 41% കുറവാണ് മഴ കിട്ടിയത്. ഇനിയുള്ള ആഴ്ചകളിലും മഴ കുറയുമെന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1950 ശേഷം 16 തവണയാണ് എൽ നിനോ എന്ന ഭീകരൻ രാജ്യത്തിന്റെ കാലാവസ്ഥയെ വെല്ലുവിളിച്ചത്. വേനലിൽ മാത്രമല്ല, പെരുമഴ പെയ്യേണ്ട ഈ മാസങ്ങളിലും മഴ കുറയുന്നത് ചെറിയ പ്രതിസന്ധിയല്ല രാജ്യത്തുണ്ടാക്കുന്നത്. നമ്മുടെ കാർഷിക കലണ്ടർ തന്നെ മഴയെ ആശ്രയിച്ചാണ് പരുവപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയിലും അധികം മഴ കൂടിയാലും കുറഞ്ഞാലും അത് പ്രതിസന്ധി ഉണ്ടാക്കും, വിളനാശത്തിന് വഴിയൊരുക്കും. നെല്ല്, പയർവർഗ്ഗങ്ങൾ, പരുത്തി, കരിമ്പ് തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ അത് ബാധിക്കുന്നുണ്ട്. മഴവെള്ളം കിട്ടാതാകുന്നതോടെ മറ്റ് മാർഗങ്ങളിലൂടെ കർഷകർ ജലസേചനത്തിന് ശ്രമിക്കും. അത് കാർഷിക ചെലവ് വലിയ തോതിൽ ഉയർത്തും. അതിനനുസരിച്ച് വരുമാനം കിട്ടാതാകുമ്പോൾ പാവപ്പെട്ട കർഷകർ കടക്കെണിയിലേക്ക് വീഴും. രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം കുതിച്ചു ചാടും. ജനജീവിതവും അതുവഴി പ്രതിസന്ധിയിലാകും. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായി താഴോട്ടുപോക്കിലേക്ക് എത്തിക്കും. ഇതിന് എന്ത് പരിഹാരമാണുള്ളതെന്ന ചർച്ചകൾ സജീവമാണ്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്നുള്ള മാറ്റമാണ് ആദ്യം നിർദ്ദേശിക്കപ്പെടുന്നത്. കുറഞ്ഞ അളവിലുള്ള വെള്ളം ഉപയോഗിച്ച് നടത്താവുന്ന കൃഷികളിലേക്ക് തിരിയണമെന്ന ഉപദേശവും വിദഗ്ധർ നൽകുന്നുണ്ട്. കൂടുതൽ ജലസ്രോതസ്സുകൾ കണ്ടെത്താനും ഉള്ളവ സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഉടനടി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മഴയെ ആശ്രയിക്കുന്ന കൃഷി മേഖലകളിലാണ് ആശങ്ക കൂടുതൽ. നമ്മുടെ കേരളത്തിലെ 10 ജില്ലകളിലും മഴയുടെ അളവ് ഈ ആഴ്ചകളിൽ വളരെ കുറവാണ്. 30% കുറവുണ്ട്. ഈ മാസം അവസാനത്തോടെ മഴ ശക്തമാകുമെന്ന പ്രവചനങ്ങളുണ്ട്. അതും പാളിയാൽ കേരളം വല്ലാത്ത ദുരന്തത്തിലേക്കാകും ചെന്നു പതിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.